ഗ്ലാസ് വട്ടം തിരിക്കല്ലേ, അവിടെ ഓരോന്നും എടുത്ത് കളിക്കുക. എന്നിട്ടിപ്പോൾ ആ ചപ്പൊക്കെ ഇങ്ങോട്ട് കൊണ്ടുപോയിട്ടമ്മ ആ തെങ്ങിൻ്റെ ഒട്ടിക്കോ? എന്താ ഒരു പുളി വരുമ്പോൾ ഞാൻ തന്നെ കാട് വെട്ടിയപ്പോഴത്തേനേ ഞങ്ങൾ കുഞ്ഞാറ്റേനെ കൊണ്ട് ആശുപത്രിയിൽ പോയി വന്നപ്പോഴത്തേനും ഇവിടുത്തെ ഈ കാടൊക്കെ അമ്മേ കണ്ടോ, ഇവിടുത്തെ ഈ വേലിയുടെ അവിടുത്തെ കാടൊക്കെ അമ്മ വെട്ടിയിട്ടോ. കാട് വെട്ടുക പറഞ്ഞാൽ അതൊക്കെ ഈ ലൈൻ കമ്മിക്ക് മുട്ടിയിട്ടാണ് നിന്നായിരുന്നിട്ട് പിന്നെ ഉണക്ക കമ്പൗണ്ട് അമ്മ വലിച്ചിട്ടിട്ട് കുറച്ച് വെട്ടിയിരുന്നു. പിന്നെ ഞാനും വന്ന് കുറച്ച് വെട്ടാൻ കൂടിയിട്ടോ. നോക്കുമ്പോൾ അതിലൊക്കെ നിറച്ച് പുളി വരുമ്പോൾ എന്നെ കടിച്ചിട്ടൊക്കെ ഫുള്ള് കടിച്ച് മനുഷ്യന് കാട് തൊടാൻ പറ്റാണ്ടായി. ഇവിടുത്തെ ഈ കാടൊക്കെ വെട്ടി കുറച്ചൊക്കെ കാട് വെട്ടിയിട്ടു കണ്ടോ, വഴിക്കൊക്കെ ഇങ്ങോട്ട് തൂങ്ങിയിട്ട് കണ്ടോ. ഇവിടെ ലൈൻ കമ്പിയാണ് കണ്ടോ. ഇപ്പം എന്തിനാ എൻ്റെ പിന്നാലെ വന്ന് തന്നെ വന്നതോ? എൻ്റെ പിന്നാലെ വന്നതല്ല. ആ ചളിയിൽ ഇത് കൂടെ കയറ്. പൊട്ടേ ഇങ്ങോട്ട്. ആ പൊട്ടേ നിറച്ചുണ്ടില്ലേ അമ്മ പുളിയറുമ്പ്. എന്താണ് കാട്ടണേ? ഞാന് അതാ മടാള്. ആശുപത്രി പോകുകൊണ്ടേ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വേഗം പോയിട്ടോ. കുഞ്ഞാറ്റേനെ കൊണ്ട് ആശുപത്രി പോയി പറഞ്ഞില്ലേ, അപ്പോൾ കുറച്ച് പാത്രങ്ങൾ കഴുകിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അമ്മ പിന്നെ പാറപ്പൊടി കിടത്താനും ഒക്കെ ആയിട്ട് അമ്മ പോയി. പിന്നെ ഞാൻ ചോറ് അടുപ്പത്തിട്ടാണ് ചോറ് വാർത്ത് വെച്ചു. പിന്നെ ഇന്നത്തെ കറിയൊക്കെ ഉള്ളതുകൊണ്ട് ഉപ്പേരിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചമ്മന്തി അരച്ചു രാവിലെ, അതൊക്കെ കൂട്ടി കഞ്ഞി കുടിച്ചു. പിന്നെ പിന്നെ പാത്രങ്ങൾ മോടി വെച്ചില്ലേ. ഇന്നലെ ഇവിടെ ഉറങ്ങാനിട്ട് ഞാൻ ഉറക്കേ ഒഴിച്ചിട്ടേ ഉറങ്ങാനിട്ടൊക്കെ ചെറിയ പനിയും കുഞ്ഞാറ്റയ്ക്ക്. ഭയങ്കര ക്ഷീണട്ടോ. ഞാനൊന്ന് കിടക്കണം വിചാരിച്ചതാ. ഇനിയിപ്പോ ഈ അവസ്ഥയിൽ കിടക്കില്ല. ഇനിയിപ്പോ നമുക്ക് ഉച്ച കഴിഞ്ഞിട്ട് വൈകിട്ട് പണി വരുന്നേ ഉള്ളൂ. കുറെ സാധനങ്ങളൊക്കെ കയറ്റി കിടത്താനുണ്ട്. അപ്പോഴത്തെ അടുക്കളത്തെ പണിയൊക്കെ ഒരുക്കി വെച്ചാലേ ഇനിയിപ്പോൾ വൈകുന്നേരത്തിൽ ചെറിയ അനിയത്തി വരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചോറ് അടുപ്പത്തിടണം. അവർ വന്നിട്ടുള്ളൂ ചോറൊക്കെ അടുപ്പത്തിടുക. അതിന് കഴിക്കുമ്പോഴത്തേനൊക്കെ വഴുകുമല്ലോ. പിന്നെ അവർ ചിലപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ വെച്ചിട്ട് ചിലപ്പോൾ ഇനി അവർ വരില്ല എന്നും പറഞ്ഞാലേ ചോറ് അധികമാവില്ലേ. പാത്രങ്ങളൊക്കെ കൊണ്ട് കഴുകി വൃത്തിയാക്കി ഇവിടെ ആക്കി വെച്ചാലേ ആ പണി ഇങ്ങോട്ട് കഴിയല്ലോ വെച്ചിട്ടാ. മാസത്തിൽ 3 ആഴ്ചയും ഞങ്ങൾ ആശുപത്രിയിലാട്ടോ. ഒരു മാസം അല്ല ഒരാഴ്ച ഞങ്ങളൊക്കെ ഒഴിവുണ്ടാവുള്ളൂ. ഏത് സമയം ആശുപത്രിക്കല്ലേ എന്തെങ്കിലും ആയിട്ട് ഉണ്ടാവും. രാത്രി ഒരു നേറിയ പണിയിട്ടപ്പോൾ പുലർച്ചെ നേരത്തെ ഒന്നുറങ്ങി നീച്ചപ്പോൾ നീച്ചതാ. ഞാൻ പിന്നെ ഉറങ്ങിയിട്ടേ ഇല്ല കേട്ടോ. അപ്പോൾ ഏത് സമയം നമ്മളങ്ങനെയാണ് പറയുക. നമുക്ക് അവിടെ മാസത്തിൽ 3 ആഴ്ച അവിടെയും ഒരാഴ്ച ഇവിടെ ആയിട്ടപ്പോൾ അതൊക്കെ വൃത്തിയാക്കിയിട്ടല്ലേ. ഇനിയിപ്പം ഒന്ന് അടിച്ചു വരണം. പിന്നെ കാറ്റിനൊക്കെ കുറവുണ്ട്. അതുകൊണ്ട് അടിച്ചിട്ടാ പിന്നെ നമുക്ക് നമ്മുടെ പണിയോട് കഴിഞ്ഞു. വൈകുന്നേരം ഇവിടെ കുളിപ്പിക്കലും മരുന്ന് കൊടുക്കലൊക്കെ വലിയൊരു ടാസ്ക്കാണ്. അതന്നെ ഒരു പണിയായിരിക്കും. പോയി വന്നപ്പോൾ എനിക്ക് കിടക്കാനേ തോന്നുന്നുണ്ട്. എനിക്ക് അത്രയ്ക്കും വയ്യാതായിട്ടോ. ക്ഷീണം കാരണം കണ്ണടഞ്ഞു പോവുക. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് പണി ഇവിടെ കിടക്കുക. അമ്മ ഓരോരോ പണി പുറത്ത് ഓരോരോ പണി എടുക്കുക. പാറപ്പൊടി ഏറ്റലും കാട് അവിടെ വെട്ടലും ചപ്പ അവിടെ എവിടെയും കൊണ്ടുപോയിടലും ഒക്കെ ആയിട്ട് ഇനിയിപ്പോൾ അടിച്ചു വാരണം. ഞാനിനി 4 പറക്കൊന്ന് അടിച്ചു വരാലോ വെച്ചിട്ടേ. ആ കാട് വെട്ടിയതിൻ്റെ ചപ്പൊക്കെ ഉണ്ട് നിറച്ച് കിടക്കണം.
ഇപ്പുറത്താണെങ്കിൽ നമ്മുടെ അടുക്കളയുടെ സൈഡ് അങ്ങനെ വഴിയല്ലേ, അപ്പോൾ അതങ്ങനെ ഇടാൻ പറ്റില്ല. അപ്പം ഞാനതൊക്കെ ഒന്ന് അടിച്ചു വരണമെന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയാണ്. ഇനി ഈ പണിയോടെ ഒരുങ്ങിയിട്ടുള്ള അങ്ങോട്ട് പോവാച്ചിട്ടായിരുന്നു. അപ്പം നമുക്കിനി അതൊക്കെ ഒന്ന് ശരിയാക്കിയിട്ട് കാണാം കേട്ടോ. ഇതൊക്കെ ഒന്ന് ശരിയാക്കിയിട്ട് കാണാം. ഇവിടെ ശരിയാക്കട്ടെ. ജീരകം എന്തേ ഒരു പുളിയുറുമ്പ് തലയിൽ ഇങ്ങടെ ഓ ഇപ്പൊ ഞാൻ എത്ര എണ്ണം കടിച്ചിട്ട് ഇപ്പോഴും ആ ചൊറിച്ചൽ വിട്ടിട്ടില്ല കേട്ടോ. ചങ്ക് കയറ് കുഞ്ഞാറ്റിങ്ങോട്ട് വാ. മാറിയിട്ട് അമ്മ അടിച്ചു വാരിയാണ്. അങ്ങോട്ട് നിക്ക് കേട്ടോ, അങ്ങോട്ട് നിക്ക, അങ്ങോട്ട് കേറ്. അല്ലെ നമ്മുടെ കുട്ടറ മേത്തൊക്കെ പൊടിയാവുള്ളൂ കേട്ടോ. പുതിയ അണിയാണേ. ആ കയറുകളൊക്കെ അവിടെ നിന്ന് കട്ടഴിക്കണം. അഴ കെട്ടിയാർന്നതേ അവിടെ വലിച്ചിട്ടില്ലേ, വൻ്റമ്മ കുറേ വലിച്ചിട്ടുണ്ട്. വെയിലറിയില്ല, മനി നനച്ചാലോ നമുക്ക്. മടാളോ ആ പലക എങ്ങടെയെങ്കിലും മാറ്റി വെക്കണം അമ്മ. അതിൻ്റെ മുകളിൽ കൂടെ നനച്ചുള്ള അതിൻ്റെ അരിയിൽ കൂടെ അടിയിൽ കൂടെ അതിലെ കാണിയണേ. ഓ അവിടെ നിക്കണ്ടേ, അവിടെ കല്ലിൻ്റെ അവിടെ